എല്ലാ പ്രാർത്ഥനയും കേട്ടിട്ടല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അവർക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ കഴിയത്തില്ല. ശരിയാണ്, ആ കുഞ്ഞിന്റെ ക്യാൻസർ മാറിയില്ല എന്നുള്ളത് സത്യമാണെങ്കിലും സ്തോത്രം, അവൻ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിന്റെ ദാസിയുണ്ട്. സ്തോത്രം, അവൻ ശക്തിയായ ഒരു വർഷിപ്പ് ലീഡറാണ്. ഓസ്ട്രേലിയയിലുള്ള ഹിൽ സോങ്ങിൽ അവൻ സ്തോത്രം അവൻ ആയിരക്കണക്കിന് ആൽബങ്ങൾ പുറത്തിറക്കി അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിന്റെ ദാസി. തനിക്ക് അവൻ തന്റെ ശരീരത്തിൽ ക്യാൻസർ വന്നു. അവൻ ദൈവത്തിന്റെ വചനം അവൻ താൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ആ സാക്ഷ്യം യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഹല്ലേലൂയ. താൻ പറഞ്ഞത് 91-ാം സങ്കീർത്തനം താൻ പലവട്ടം ഉരുവിട്ട് പ്രാർത്ഥിച്ചു, തന്നെ കർത്താവ് സൗഖ്യമാക്കി. അവൻ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചിലതിന് വിടുതൽ കിട്ടിയില്ല എന്ന് വിചാരിച്ച് എപ്പോഴും മറുപടിയില്ല എന്നല്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ സൗഖ്യമാക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. വിടുവിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ എന്റെ കർത്താവിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്, എന്നോട് കൂടെയുണ്ട്. അബോധമുള്ളവർ കർത്താവിനെ സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി പറഞ്ഞാട്ട് ഹല്ലേലൂയ. മരണകരമായ വേദനാജനകമായ ചില അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയാൽ യേശുവിന്റെ നാമത്തിൽ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്തു. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേദനകളിൽ ശബ്ദമുയർത്തി അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമീതുപോരുവാൻ. ശബ്ദമുയർത്തി ചേർന്നേ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമീതുപോരുവാൻ. കരങ്ങളുയർത്തി പറഞ്ഞേ. എന്റെ അരികിൽ ഒരുപക്ഷെ നിന്റെ ചുറ്റുപാട് ക്ഷാമത്തിന്റെ അവസ്ഥയായിരിക്കാം. അവത്തോട് വറ്റി തുടങ്ങിയായിരിക്കാം. നിന്റെ പേഴ്സിന്റെ ഖനം കുറഞ്ഞു വരുന്നുണ്ടായിരിക്കാം. നിന്റെ കരുതന്റെ ആളുകളുടെ എണ്ണം അവൻ കുറഞ്ഞു പോയിട്ടുണ്ട്. നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ വിളികൾ അവനത് കുറഞ്ഞു പോയിട്ടുണ്ട്. നിന്റെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിന്നെ വിളിച്ചുണക്കിയവന്റെ വിശ്വസ്തത ഇന്ന് രാത്രിയിലും നിനക്കുണ്ട്. യേശുവിന്റെ നാമത്തിൽ ചേർന്ന് പറ. ഞാൻ എന്റെ ജീവിതത്തിൽ കാണാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവ് ജയമെടുത്ത് പറ. ചില കാക്കകൾ പറക്കുകയാണ്. ചില കാക്കകൾ നിന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. അത് കൊട്ടാരത്തിലേക്ക് പറക്കുന്ന കാക്കകളല്ല. അത് ദൈവമയച്ച ദൈവത്തിന്റെ കാക്കകള്. അഭിഷക്തനെ നീ ആത്മനിയോഗത്തോട് അവൻ അയച്ചപ്പോൾ ലോകത്തിന്റെ മാനദണ്ഡങ്ങൾ പലതും അവന്റെ കൺമുൻപിലേക്ക് വന്നപ്പോഴും ഹല്ലേലൂയ നിർബന്ധം കൂടിയപ്പം വചനം അങ്ങനെ തന്നെ പറയുന്നേ. അവൻ സ്തോത്രം ലോകപ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ മുഴുവൻ ശമൂവേലിലേക്ക് അവൻ വന്നപ്പോഴും പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ അവന്റെ പൊക്കമോ നീ അവന്റെ മുഖമോ നോക്കരുത്. കർത്താവിനെ സ്തോത്രം ചെയ്യേ. ഹല്ലേലൂയ. സാധാരണക്കാരനായ ഒരുവനെ ദൈവം അഭിഷേകം ചെയ്തു. അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദൈവം അവനെ അഭിഷേകം ചെയ്തു. ദൈവം അവനെ മാറ്റിയതൊരു സാധാരണ നിലയിലേക്കല്ല, അസാധാരണ നിലയിലേക്ക്. ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ദൈവം അവനെ അഭിഷേകം ചെയ്തു. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവിനെ നിങ്ങളെ രൂപപ്പെടുത്തുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ, മാനിപ്പാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങളൊരു അസാധാരണ വ്യക്തിയൊന്നും ആകണ്ട. നിങ്ങളൊരു ഓർഡിനറി ആളായിട്ടിരുന്നാൽ മതി. പക്ഷേ ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവെ
അങ്ങക്ക് അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്നൊന്ന് വിശ്വസിച്ച ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഇടയനെ ഒരു രാജ്യത്തിന്റെ രാജാവാക്കി എൻ്റെ ദൈവത്തിന് അഭിഷേകം ചെയ്ത് മാറ്റുവാൻ ഇന്നും ലോകം പറയുന്ന ഹല്ലേലൂയ ദാവീദിന്റെ സിംഹാസനം എന്നുള്ളത് അവൻ സ്തോത്രം ഇന്ന് ലോകം അവൻ അഭിമാനത്തോടെ പറയുന്ന ഹല്ലേലൂയ ഒരു തലത്തിലേക്ക് ഒരു ഇടയനെ കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങളാരും നശിച്ച വെണ്ണീറാവാനല്ല ഈ ദേശത്തേക്ക് വന്നത്. ഈ ദേശത്തേക്ക് നിങ്ങൾ വന്നത് നിങ്ങൾക്ക് നന്മ കിട്ടാൻ വേണ്ടിയാ, നിങ്ങൾക്കൊരു അവനൊരു നന്മ ഉണ്ടാകാൻ വേണ്ടിയാ, നിങ്ങളുടെ ജീവിത നിലവാരം ഉയരാൻ വേണ്ടിയാ, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിലൂടെ അവൻ നന്മ ഉണ്ടാകാൻ വേണ്ടിയാ. എന്ന് രാത്രി എന്നോട് ചേർന്ന് പറഞ്ഞ് എൻ്റെ ദൈവത്തിന് എന്നെ ഉയർത്തുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ, എൻ്റെ ദൈവത്തിന് എന്നെ മാനിപ്പാൻ പദ്ധതി ഉണ്ടെങ്കിൽ, എൻ്റെ തലം എന്തെന്നുള്ളത്, എൻ്റെ അവസ്ഥ എന്തെന്നുള്ളത്, ഞാൻ ആരാണ് എന്നുള്ളത്, ഞാൻ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെയായിരിക്കുന്നു, ഏത് മേഖലയിലാണ്, ആരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തുന്നു, ആരൊക്കെ എന്റെ കൂടെ ഇല്ല എന്നുള്ളതല്ല. ഇന്ന് രാത്രി സ്വർഗം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നിന്റെ മേൽ വീഴുന്നത് ഒരു സാധാരണ അഭിഷേകമല്ല, നിന്റെ മേൽ വീഴുന്നത് ഒരു രാജകീയ അഭിഷേകമായി. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആരാധനയായി കടന്നു വരുവാനും ഈ നിമിഷം വരെയും ദൈവസ്ഥലായിരിക്കാനും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം. ദൈവീയ സാന്നിധ്യം താവേ എത്രത്തോളം ഞങ്ങൾ തിരിച്ചറിയുവാൻ സ്വർഗം ഇടയാക്കിയവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൃത്യമായി ശക്തമായി വ്യക്തമായി ഇടപെട്ടവർക്കായി സ്തോത്രം. കർത്താവേ, ദൈവമേ, തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾ പിരിയ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന മേഖലകൾ, ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാം ദൈവത്തിന്റെ കരുണയുടെ കരങ്ങൾ എല്ലാവരെയും മറച്ചുകൊള്ളുമാറാണമേ. സ്വർഗം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും യേശുവിനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും ഇന്നും നിർണ്ണയിക്കും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ പേരും ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രകടനത്തിൽ കുഞ്ഞാടിനകത്ത്